ഹലോ, നമസ്കാരം. നീമാസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള അടിസ്ഥാന വിവരങ്ങളിൽ ജോഗ്രഫിയിൽ നദികളാണ്. 2024 വരെ ചോദിച്ചിട്ടുള്ള നദികളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സർക്കാർ മാനദണ്ഡ പ്രകാരം 15 കിലോമീറ്ററിൽ കുറയാത്ത നീളമുള്ള പുഴയാണ് നമ്മൾ നദി എന്ന് വിളിക്കുന്നത്. 200 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 2. അതായത് പെരിയാറ്, ഭാരതപ്പുഴ. 150 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 4 എണ്ണമാണുള്ളത്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ ആൻഡ് ചാലിയാർ. 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11. 20 കിലോമീറ്ററിൽ താഴെ മാത്രം നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 3 എണ്ണമാണ്. 20 കിലോമീറ്ററിൽ താഴെ മാത്രം നീളമുള്ള നദികൾ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണവുമാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ പതനസ്ഥാനം, ഏറ്റവും കൂടുതൽ നദികളുടെ പതനസ്ഥാനം വരുന്നത് അറബിക്കടലിലാണ്. ഏറ്റവും അധികം നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. ഇനി നമുക്ക് പെരിയാറിനെ കുറിച്ച് പറയാം. പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നുള്ളതാണ് പെരിയാറ്. കിലോമീറ്റർ എത്ര ദൂരമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 244 കിലോമീറ്റർ നീളമുള്ള ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. കേരളത്തില് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതും ഏറ്റവും അധികം ജലവൈദ്യുതി പദ്ധതികളും ഉള്ളതായ നദി, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയും പെരിയാറാണ്. ചൂർണി, ഇത് പലതവണ നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുള്ളതാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ മുതിരപ്പുഴ, മുല്ലയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. മുതിരപ്പുഴ, മുല്ലയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. പെരിയാറ് ആലുവ പുഴ എന്നും അറിയപ്പെടുന്നു. ആലുവയിൽ വെച്ച് മാർത്താണ്ഡൻ പുഴ, മംഗലം പുഴ എന്നിങ്ങനെ രണ്ടായി പെരിയാർ പിരിയുന്നു. മാർത്താണ്ഡൻ പുഴ, മംഗലം പുഴ. മലയാറ്റൂർ, ഫേമസ് ആയ മലയാറ്റൂർ, ആലുവ, കാലടി എന്നീ സ്ഥലങ്ങൾ തീരത്താണ്. നദീ തീരത്താണ്. മലയാറ്റൂർ, ആലുവ, കാലടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതും പെരിയാർ നദിയിലാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ഇടുക്കി നിർമ്മിച്ചിട്ടുള്ളതും പെരിയാറിലാണ്. പെരിയാറിന്റെ ഏത് പോഷക നദിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി പള്ളിവാസൽ നിർമ്മിച്ചത്? മുതിരപ്പുഴയിലാണ്. ഇനി പെരിയാറിനെ തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പെരിയാറ് കേരളത്തിന്റെ ജീവരേഖ. പെരിയാറിൽ നിർമ്മിച്ചിരിക്കുന്ന ഏത് അണക്കെട്ടാണ് തേക്കടി തടാകത്തിന് രൂപം നൽകിയിട്ടുള്ളത്? മുല്ലപ്പെരിയാർ. ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ്? പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴയിലാണ് ചെങ്കുളം പദ്ധതി. അടുത്തത് ഭാരതപ്പുഴ. കേരളത്തിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദി. ടോട്ടൽ നീളം 209 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയായും, നീളത്തിലല്ല ഏറ്റവും വലിയ നദി, നീളത്തിന്റെ കാര്യത്തിൽ പെരിയാറാണ് കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി, അതാണ് ഭാരതപ്പുഴ. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഭാരതപ്പുഴയെ തന്നെ നമ്മൾ നിള പേരാർ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നതും വിളിക്കുന്നതും ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ ആനമലയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലിനെയാണ് പൊന്നാനി കനാൽ എന്ന് വിളിക്കുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നിവയാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ. കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ്. ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്.
ശോകനാശിനിപ്പുഴ എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്. പൊന്നാനി. മാമാങ്കത്തിന്റെ വേദി എന്ന നിലയിൽ പ്രസിദ്ധമായ തിരുനാവായ ഭാരതപ്പുഴ നദിയുടെ തീരത്താണ്. മലപ്പുറം ജില്ലയിലാണ് ഭാരതപ്പുഴ നദിയുടെ തീരത്താണ് മാമാങ്കത്തിന്റെ വേദി എന്ന നിലയിൽ പ്രസിദ്ധമായ തിരുനാവായ. ഗാന്ധിജിയുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിലാണ് നിമജ്ജനം ചെയ്തത്. നിമജ്ജനം ചെയ്തതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും നടന്നു വരുന്ന സമ്മേളനമാണ് സർവോദയ മേള തിരുനാവായയിലാണ്. ഇനി അടുത്തത് പമ്പ നദിയെ കുറിച്ച് പഠിക്കാം. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ്. കേരളത്തിൽ 176 കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ ടോട്ടൽ നീളം. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ്. ഈ പ്രാചീന കാലത്ത് നദികളുടെ പേരെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വെക്കണം, നീളവും നോക്കണം. അതേപോലെ തന്നെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. പമ്പയുടെ ദാനം. പമ്പയെ മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നു. പമ്പയുടെ ഉത്ഭവസ്ഥലം പുലച്ചിമലയാണ്. പോഷക നദികളായിട്ട് വരുന്നത് കക്കി, കല്ലാർ, കക്കട്ടാർ, അഴുത. കക്കി, കല്ലാർ, കക്കട്ടാർ, അഴുത. പോഷക നദികളും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ നദിയുടെയും. തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു പമ്പ. ശബരിമലയിലൂടെ ഒഴുകുന്ന നദിയാണ്. പുണ്യസ്ഥലമായ ശബരിമലയിലൂടെ ഒഴുകുന്ന നദിയാണ്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതി പമ്പ നദിയിലാണ്. പമ്പയുടെ പോഷക നദിയാണ് അച്ചൻ കോവിലാർ എന്ന് കരുതിപ്പോരുന്നു. അച്ചൻ കോവിലാറിനെ ഏത് നദിയുടെ പോഷക നദിയാണ് കരുതിപ്പോരുന്നത്? പമ്പയുടെ. അതേപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായി വിശേഷിപ്പിക്കപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ അരങ്ങേറുന്നത് പമ്പ നദിയുടെ തീരത്താണ്. അതേപോലെ എല്ലാ വർഷവും ഹിന്ദുമത സമ്മേളനത്തിന് വേദിയാകുന്ന ചെറുകോൽപ്പുഴ പമ്പ നദിയുടെ തീരത്താണ്. ഇതേപോലെ ദക്ഷിണ ഭാഗീരഥി എന്നും പമ്പയ്ക്ക് ഒരു വിളിക്കുന്ന പേരുണ്ട്, ദക്ഷിണ ഭാഗീരഥി. ആറന്മുള വള്ളംകളി നടക്കുന്ന നദിയും പമ്പ നദിയാണ്. ആറന്മുള വള്ളംകളി നടക്കുന്നത്. അടുത്തത് ചാലിയാർ. കേരളത്തിലെ ഏറ്റവും നീളമുള്ള 4ാമത്തെ നദിയാണ്. 169 കിലോമീറ്റർ ആണ് ചാലിയാർ നദിയുടെ നീളം. നിലവിൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയ നദിയാണ് ചാലിയാർ നദി. ഇരുവരിഞ്ഞിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചാലിയാർ പുഴയുടെ. നിലമ്പൂർ, എടവണ്ണ, മാവൂർ, ഫറോക്ക്, ബേപ്പൂർ. നിലമ്പൂർ, എടവണ്ണ, മാവൂർ, ഫറോക്ക്, ബേപ്പൂർ എന്നീ സ്ഥലങ്ങൾ ചാലിയാർ നദിയുടെ തീരത്താണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി. ഈ മറ്റനേകം നദികളുണ്ട്, നമുക്ക് നോക്കാം. നീളത്തിൽ 5ാം സ്ഥാനത്തുള്ള നദി ചാലക്കുടിയാറാണ്. മത്സ്യവൈവിധ്യത്തിൽ ഏറ്റവും സമ്പന്നമായ കേരളത്തിലെ നദി ചാലക്കുടിയാർ. അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന പ്രധാന നദി കല്ലടയാർ. പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ എന്നിവ ഏത് നദിയുടെ തീരത്താണ്? കല്ലടയാറിന്റെ തീരത്താണ്. കോതമംഗലം ആറ്, തൊടുപുഴ, കാളിയാർ എന്നിവ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ്? മൂവാറ്റുപുഴയാർ. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? മൂവാറ്റുപുഴയാർ. വൈക്കം, പിറവം എന്നിവ ഏത് നദിയുടെ തീരത്താണ്? മൂവാറ്റുപുഴയാറിന്റെ. കാസർഗോഡ് പട്ടണത്തെ ഇംഗ്ലീഷ് ലെറ്ററിന്റെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏത്? ചന്ദ്രഗിരി പുഴ. ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ് പയസ്വിനി പുഴ? ചന്ദ്രഗിരി പുഴയുടെ പ്രധാന പോഷക നദിയാണ് പയസ്വിനി പുഴ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഭവാനിപ്പുഴ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട്. പാമ്പാർ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? കാസർഗോഡ്. മറ്റൊരു നദിയോട് ചേരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പുഴ ഏത്? ചാലക്കുടി പുഴ. ഈ ചോദ്യങ്ങളെല്ലാം 2024 വരെ നദികളെ വെച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്. എല്ലാം ഒന്ന് നോക്കി തന്നെ പോവുക. ചാലക്കുടിയാറ് ഏത് നദിയോടാണ് ചേരുന്നത്? പെരിയാർ. കുളത്തൂപ്പുഴ, ചെന്തുരണി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കല്ലടയാർ. പെരിങ്ങൽകൂത്ത്, ഷോളയാർ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലേതാണ്? ചാലക്കുടി പുഴ. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നോവലിൽ പരാമർശിക്കപ്പെടുന്ന നദി ഏത്? മീനച്ചിലാർ. കോട്ടയം, പാല, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്തിലാണ്? മീനച്ചിലാറിന്റെ.
പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ളത് ഐരൂർ പുഴയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ. ഏത് നദിയിലാണ് അരുവിക്കര ഡാം ഉള്ളത്? കരമനയാർ. നെയ്യാർ അറബിക്കടലിൽ പതിക്കുന്നത് ഏത് പട്ടണത്തിൽ സമീപമാണ്? പൂവാർ. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? കരമനയാറാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്നത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന അരുവിക്കര ഡാം ഏത് നദിയിലാണ്? അതും കരമനയാറിലാണ്. വടക്കൻ മലബാറിനെയും തെക്കൻ മലബാറിനെയും വേർതിരിക്കുന്ന നദി ഏത്? കോരപ്പുഴയാണ് വടക്കൻ മലബാറിനെയും തെക്കൻ മലബാറിനെയും വേർതിരിക്കുന്നത്. തുളുനാടിന്റെയും കേരളത്തിന്റെയും അതിരായി കണക്കാക്കി പോരുന്ന നദി ഏത്? പയസ്വിനിപ്പുഴയാണ്. കാസർഗോഡുള്ള പയസ്വിനിപ്പുഴയാണ് തുളുനാടിന്റെയും കേരളത്തിന്റെയും അതിരായി കണക്കാക്കി പോരുന്നത്. എരുമേലി, മുണ്ടക്കയം, മല്ലപ്പള്ളി, നിരണം എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? മണിമലയാർ. എരുമേലി, മുണ്ടക്കയം, മല്ലപ്പള്ളി, നിരണം എന്നീ സ്ഥലങ്ങൾ മണിമലയാർ നദിയുടെ തീരത്താണ്. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമുള്ള നദി ഏത്? പാപനാശിനി. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമുള്ള നദിയാണ് പാപനാശിനി. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് നെയ്യാർ നദിയുടെ തീരത്താണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ബാണാസുര സാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കൊടുക്കുന്ന സരോർജ നിലയം സ്ഥാപിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ. ഇത്രയും നോക്കി പോവുക. ഇതിന്റെ കൂടെ ഉത്ഭവസ്ഥാനവും പതിക്കുന്ന സ്ഥലവും വെച്ചിട്ടുള്ള നമ്മളുടെ വീഡിയോ കാണണം. നദികളെക്കുറിച്ച് കുറച്ചും കൂടി ഉത്ഭവസ്ഥാനം അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കാവേരിയുടെ. പാലക്കാട് ജില്ലയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഭവാനിപ്പുഴ. ഇടുക്കി ജില്ലയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കബനി നദി, വയനാട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി? ബാവലിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ? ചീങ്കണ്ണിപ്പുഴ. പഴശ്ശി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഏത് പുഴയിലാണ്? വളപട്ടണം. പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേര് കുളൂർ ബാരേജ്. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് പുഴയ്ക്ക് കുറുകെയാണ്? അഞ്ചരക്കണ്ടി. ധർമ്മടം തുരുത്ത് ഏത് നദിയിലാണ്? അഞ്ചരക്കണ്ടി. പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ്? വളപട്ടണം പുഴ. വളപട്ടണം പുഴയെയും കവ്വായി കായലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സതേൺ കനാൽ. ബാലേപ്പൂണി കുന്നുകളിൽ ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ അവസാനിക്കുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ്, 16 കിലോമീറ്റർ. മാടക്കൽ, എടയലക്കാട്, വടക്കേക്കാട് എന്നിവ ഏത് കായലിലെ തുരുത്തുകളാണ്? കവ്വായി. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ? ഉപ്പളക്കായൽ. ആഢ്യൻപാറ ജലവൈദ്യുതി പദ്ധതി ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. ജില്ലയിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയാണ് ആഢ്യൻപാറ ജലവൈദ്യുതി പദ്ധതി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാട്ടകം. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ഇനി നമുക്ക് വെള്ളച്ചാട്ടങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം 82 അടി ഉയരമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനുള്ളത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമുള്ളത്. ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടമുള്ളത് ഏത് നദിയിലാണ്? പാമ്പാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടം ഏത്? തൂവാനം. പ്രസിദ്ധങ്ങളായ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി. തൊടുപുഴയിലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം.
ഇടുക്കിയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടം ഏത്? ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയോദ്യാനത്തിന് ഉള്ള വെള്ളച്ചാട്ടം ഏത്? ലാക്കം വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ള വെള്ളച്ചാട്ടമാണ് ലാക്കം വെള്ളച്ചാട്ടം. പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലിപ്പുഴ. ഇരുവഴിഞ്ഞിപ്പുഴയുടെ പോഷക നദിയാണ്. ഓക്കെ, താങ്ക് യു. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.